ഡെറക് മാൽക്കം ഇപ്പം മരിച്ചുപോയി. ഇപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. അപ്പോൾ എൻ്റെ പുസ്തകത്തിൻ്റെ കവറിലുള്ളത് മൂന്ന് പേരാണ് ബാക്ക് കവറിലുള്ളത്. അപ്പോൾ ഒന്ന് അടൂർ സാറും ഡെറക് മാൽക്കവും പിന്നീട് ഞാനും കൂടി ഇരിക്കുന്ന ഒരു പടം കൊടുത്തിട്ടുണ്ട് നമ്മൾ. പക്ഷേ എൻ്റെ പുസ്തകം അത് ഡെറക് മാൽക്കത്തെക്കുറിച്ചൊരു ഒരു ആർട്ടിക്കിളുണ്ട് അതിൽ. ഡെറക് മാൽക്കത്തിൻ്റെ സംഭാവനയെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകണം. അപ്പോൾ എനിക്ക് ഈ പുസ്തകം ഡെറക് മാൽക്കത്തെ ഏൽപ്പിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡെറക് മാൽക്കത്തിന് മലയാളത്തിലൊരു പുസ്തകം അദ്ദേഹത്തിൻ്റെ പടത്തോടുകൂടി അദ്ദേഹത്തിനെ കുറിച്ച് തന്നെ പ്രതിപാദിക്കുന്ന ഒരു പടം, അതും ലണ്ടനിൽ നിന്ന് വരികയാണ്. അപ്പോൾ അത് അദ്ദേഹത്തെ സംബന്ധിച്ച് ലോകപ്രസിദ്ധനായിട്ടുള്ള ഒരു ചലച്ചിത്ര നിരൂപകനാണ്. അപ്പോൾ വലിയ സംഗതി അല്ലെങ്കിലും തീർച്ചയായിട്ടും അയാൾ ഇത് കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുമായിരുന്നു ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഞാൻ പ്ലാൻ ചെയ്തു, അടൂർ സാറിനോട് വിളിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്, ഒരുമിച്ച് ആഹാരം കഴിക്കാൻ പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ വിളിച്ച് നേരിട്ട് സംസാരിക്കത്തക്ക വിധത്തിലുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. അപ്പോൾ അടൂർ സാറിനെ വിളിച്ചിട്ട് നമ്പർ എടുക്കുക, ഡെറക് മാൽക്കത്തിന് വിളിക്കുക എന്ന് വിചാരിച്ചിരുന്നു. ഞാൻ അല്പം വൈകിപ്പോയി. പിന്നെ അറിയുന്നത് അടുത്ത വാർത്ത ഡെറക് മാൽക്കം മരിച്ചുപോയി എന്നുള്ള ഒരു വാർത്തയാണ് അറിയുന്നത്. അത് പ്രായം ശരിക്കായി ആ സമയത്ത്. അപ്പോൾ അതൊരു ശരിക്കും ഒരു ഞെട്ടലുണ്ടാക്കുന്ന ഒരു അനുഭവമായിരുന്നു. ഡെറക് മാൽക്കത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നത് കേരളത്തിലൊന്ന് താമസിക്കണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് പല പരിപാടികളും അന്ന് വിദേശികൾക്ക് ഇവിടെ വന്ന് വസ്തു വാങ്ങാനുള്ള ആ ഒരു ഫ്രീഡം ഇല്ലായിരുന്നു. പക്ഷേ അതൊക്കെ മറികടക്കാനായിട്ട് പല പരിപാടികളും ഇട്ടിരുന്നു. പിന്നെ അവസാനം ഇതിനെപ്പറ്റി ഇവിടെ പല പത്രങ്ങളിലും പലതിനെ പറ്റിയൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നാണ് അതങ്ങ് ഇല്ലാതായിപ്പോയത്. ഏതായാലും അങ്ങനെയാണെങ്കിൽ ഡെറക് മാൽക്കത്തിൻ്റെ പെൻഷനൊക്കെ ഇവിടെ നാട്ടിൽ ചിലവാക്കുമായിരുന്നു, അത് വേറൊരു കാര്യം. അപ്പോൾ എന്തായാലും അത് നടന്നില്ല. ഏതായാലും ഡെറക് മാൽക്കം വളരെ കുഴപ്പമില്ല. കാരണം ഈ പുസ്തകത്തിൽ ഒരു 6-7 വർഷം മുമ്പാണ് എൻ്റെ പുസ്തകത്തിലുള്ള കവർ ഫോട്ടോ. അതിപ്പോൾ അടൂരിൻ്റെ ഒരു പടങ്ങളുടെ ഒരു പ്രത്യേക സ്ക്രീനിങ് ലണ്ടനിൽ നടന്നപ്പോൾ എടുത്ത പടമാണ്. അപ്പോൾ ആ സമയത്ത് പോലും യാതൊരു പ്രശ്നം. ഡെറക് മാൽക്കത്തിൻ്റെ പ്രായം പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു മരിക്കുന്ന സമയത്ത് 92 93 മറ്റോ ആയിരുന്നു. പക്ഷേ അപ്പോൾ നമ്മൾ കാണുമ്പോൾ 86-87 വയസ്സുള്ള ഒരാളാണ്. വളരെ അലർട്ടാണ്. ആ ആഴ്ചയിലും ആർട്ടിക്കിൾ, ഫിലിം റിവ്യൂ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഗാർഡിയനിൽ നിന്ന് പോയിട്ട് പിന്നീട് ഈവനിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന പത്രത്തിൽ നിരൂപണം എഴുതുമായിരുന്നു. അപ്പോൾ പുള്ളി അവസാനം വരെയും സജീവമായിരുന്നു. പിന്നെ ആത്മകഥ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ആത്മകഥയൊക്കെ വളരെ ഒരുതരം സ്തോഭജനകമായിട്ടുള്ള ആത്മകഥയൊക്കെ ഉണ്ട്. അതിന് പല ഡീറ്റെയിൽസും ഉണ്ട്, പുള്ളി തന്നെ എഴുതിയിട്ടുള്ളതുണ്ട്. അങ്ങനെ അപ്പോൾ അതൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഡെറക് മാൽക്കം. പിന്നെ ഫെസ്റ്റിവലിൻ്റെ ഡയറക്ടറായി. പക്ഷേ ഫെസ്റ്റിവലിൻ്റെ ഡയറക്ടർ ആകുമ്പോഴത്തേക്ക് ഷീല വിറ്റേക്കർ എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് ഫെസ്റ്റിവൽ ഡയറക്ടർ, അടുത്ത നിങ്ങളായിരിക്കും ഫെസ്റ്റിവൽ ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞിരിക്കുകയും അവരത് വിശ്വസിച്ചിരിക്കുകയും ആ സമയത്താണ് ഡെറക് മാൽക്കം ഫെസ്റ്റിവൽ ഡയറക്ടർ ആവുന്നത്. അവർക്കത് ഭയങ്കര നിരാശയൊക്കെ, അതിനകത്ത് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഡെറക് മാൽക്കം 1-2 വർഷം കഴിഞ്ഞിട്ട് മാറുകയും ഷീല വിറ്റേക്കർ തന്നെ ഫെസ്റ്റിവൽ ഡയറക്ടർ ആവുകയും ചെയ്തു. ഈ രണ്ടുപേരും ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ല. രണ്ടുപേരും മലയാള സിനിമയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു, ഇന്ത്യൻ സിനിമയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. എൻ്റെ പുസ്തകത്തിൽ ഈ രണ്ടുപേരെക്കുറിച്ചും ഉണ്ട്. റേ മുതൽ ലണ്ടൻ ഫെസ്റ്റിവൽ വരെ എന്ന പുസ്തകത്തിൽ.